അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെൽനെറ്റ് വഴി പാസ് ചെയ്യുന്ന പാക്കറ്റ്സിനെ നമുക്ക് വയർഷാക്ക് വഴി ക്യാപ്ചർ ചെയ്തിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ടെൽനെറ്റ് വഴി പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലാബിലൊരു ഫയർവാൾ എടുത്തിട്ടുണ്ട്. ഫയർവാളിലൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കലി അസൈനായ IP ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ടെൽനെറ്റ് വഴി ടെൽനെറ്റ് വഴി ടെൽനെറ്റ് വഴി പാസ് ചെയ്യുന്ന പാക്കറ്റ്സിനെ നമുക്ക് വയർഷാക്ക് വഴി ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിമോട്ട് ആക്സസിന് യൂസ് ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ ഈ ഒരു സർവീസിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് റീഡബിൾ ഫോർമാറ്റിൽ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ലാബിൽ ഒരു ഫയർവാൾ എടുത്തിട്ടുണ്ട്. ഈ ഫയർവാളിൽ ഞാനൊരു DHCP പൂള് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെൽനെറ്റ് സർവീസും കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫയർവാളിൽ ഞാനൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കലി DHCP വഴി അസൈനായ IP ആണിത്. അതായത് ഈ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഈ ഒരു ഫയർവാളിൻ്റെ IP ആണ്. നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഈ ഒരു ഫയർവാളിനെ ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് വയർഷാക്കിൽ ആ പാക്കറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഇതെടുക്കുന്നുണ്ട്, കമാൻഡ് പ്രോംപ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് കമ്പ്യൂട്ടറിന് അസൈനായ IP, അതുപോലെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഫയർവാളിൻ്റെ IP ആണ്. ഫസ്റ്റ് തന്നെ ഞാനൊന്ന് വയർഷാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വയർഷാക്കിൽ നമ്മൾ ഇഥർനെറ്റ് അഡാപ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ഇഥർനെറ്റ് അഡാപ്റ്റർ സെലക്ട് ചെയ്ത് ഞാനിവിടെ പാക്കറ്റ് ക്യാപ്ചറിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാക്കറ്റ് ക്യാപ്ചറിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റ് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഫയർവാളിനെ ആക്സസ് ചെയ്യാം ടെൽനെറ്റ് വഴി. അപ്പോൾ അതിനു വേണ്ടി ടെൽനെറ്റ്, ഇനി ഫയർവാളിൻ്റെ IP വരുന്നത് 192.168.100.1 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ലോഗിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ഞാൻ ഈ ഫയർവാളിൽ അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസറെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിനായിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. അഡ്മിൻ, ഇനി പാസ്വേഡ്, ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പാസ്വേഡ്, അതായത് ഞാൻ മുന്നേ ഈ അഡ്മിന് കൊടുത്ത പാസ്വേഡ് ASD123 എന്നാണ്. അതിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ASD123 എൻ്റർ. ഓക്കെ, ഞാൻ എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫയർവാളിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഹോസ്റ്റ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സിസ്റ്റം ഹോസ്റ്റ് നെയിം. ഇപ്പോൾ ഇവിടെ കറൻറ്റ് ഹോസ്റ്റ് നെയിം HRH320 എന്നാണ്. ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഫയർവാളിന് കൊടുക്കുന്നുണ്ട്. ഫയർവാൾ. ഓക്കെ, എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കമ്മിറ്റൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പാക്കറ്റ്സും വയർഷാക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട് ഈ ടാബ്. ഇനി പാക്കറ്റ് ക്യാപ്ചറിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റ്സിൽ നമുക്ക് ടെൽനെറ്റ് പാക്കറ്റ്സിനെ മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിൽറ്ററിൽ ഞാൻ ടെൽനെറ്റ്, ഓക്കെ, അപ്പോൾ ഇവിടെ ടെൽനെറ്റ് കൊടുത്ത് ഇപ്പോൾ ഇവിടെ നമുക്ക് ടെൽനെറ്റ് പാക്കറ്റ്സ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാക്കറ്റ്സിനെ ഒന്ന് ഷോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന്, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടെൽനെറ്റിൽ ഡാറ്റ കാണിക്കും. നമ്മൾ എൻ്റർ ചെയ്താൽ ഞാൻ ഓരോ പാക്കറ്റ്സിനായിട്ട് ഷോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഞാൻ ഓരോ പാക്കറ്റ്സിനായിട്ട് ഷോ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ഡാറ്റ കാണിക്കുക. ഞാൻ ഈ ഒരു മൗസ് പോയിൻ്റ് വെച്ച് അവിടെ നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഓരോ ലൈനിൽ. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളെ ഡാറ്റ പാക്കറ്റ്സ് സ്റ്റാർട്ടായി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഫസ്റ്റ് ലോഗിൻ വന്നതിന് ശേഷം ഞാൻ എൻ്റർ ചെയ്ത് ഫസ്റ്റ് അഡ്മിനാണ്. അതുകൂടെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ്, അതായത് നമുക്ക് റീഡബിൾ ഫോർമാറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ
ഇപ്പോൾ നോക്കിയാൽ കാണാം ഫസ്റ്റ് ADMIN അഡ്മിൻ. അതുപോലെ നെക്സ്റ്റ് ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത ഡാറ്റയിൽ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റർ ചെയ്ത പാസ്വേഡ് ASD123 എന്നാണ്. അപ്പോൾ അതുകൂടെ കാണാം ASD123. ഓക്കെ. ഇനി നമ്മൾ ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിന്. ഇപ്പോൾ ഞാൻ സ്വിച്ചിൽ എൻ്റർ ആയത് ഇപ്പോൾ ഞാൻ ഫയർവാളിൽ എൻ്റർ ആയതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഫയർവാളിൻ്റെ വേർഷൻ കാര്യങ്ങൾ, അതായത് ഫയർവാളിൻ്റെ ഉള്ളിൽ എൻ്റർ ആയ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ എഡിറ്റ് കൊടുത്ത് അതിന് എഡിറ്റ് ഇവിടെ നോക്കിയാൽ കാണാം EDIT. ഇനി നമ്മളൊരു ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേഞ്ച് നമ്മൾ കമ്മിറ്റ് കൊടുത്തില്ലെങ്കിലും എന്താണോ എൻ്റർ ചെയ്യുന്നത് അതെല്ലാം ഇവിടെ ക്യാപ്ചർ ആയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി SETSYSTEM സെറ്റ് സിസ്റ്റം HOSTNAME. ഓക്കെ. ഇപ്പോൾ ഇവിടെ സെറ്റ് സിസ്റ്റം ഹോസ്റ്റ് നെയിം. ഈ ഹോസ്റ്റ് നെയിം ഇങ്ങനെ ഒറ്റ സിംഗിൾഡായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടാബ് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അതായത് ഓരോ ലെറ്ററായിട്ട് എൻ്റർ ചെയ്തതല്ല, ടാബ് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് എൻ്റർ ചെയ്തിട്ട്. ഓക്കെ. ഇനി ഹോസ്റ്റ് നെയിം ഞാൻ കൊടുത്ത ഹോസ്റ്റ് നെയിം കാണാം ഫയർവാൾ എന്നാണ് കൊടുത്തത്. അപ്പോൾ FIREWAL. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ടെൽനെറ്റിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇത് തീരെ സെക്യൂർഡ് അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ SSH, അതായത് റിമോട്ട് ആക്സസിനും കാര്യങ്ങൾക്കെല്ലാം SSH യൂസ് ചെയ്യുന്നത്.